ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു താങ്ക് യു. നമുക്ക് നോക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ മിറക്കിൾ എന്തെങ്കിലും സംഭവിക്കുമോ ഇല്ലയോ? നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന വിഷയത്തിന്മേൽ എന്തെങ്കിലും മിറക്കിൾ സംഭവിക്കുമോ എന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എന്താണ് നേരിടുന്നത്? ഓക്കെ, ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു എന്ന് നോക്കുക. എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മിറാക്കിൾ സംഭവിക്കാൻ പോകുന്നു. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഇപ്പോൾ നേരിടുന്നതായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ്? മാനസികമായും തകർക്കുന്ന എൻ്റെ വ്യൂസിനെ മാനസികമായി തകർക്കുന്ന സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എൻ്റെ വ്യൂസിനെ മാനസികമായി തകർക്കുന്ന സിറ്റുവേഷൻ എന്താണ്? ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 6 2 13 4 5 16 7 1. ഇവിടെ ഫയർ സൈൻ വന്നിട്ടുണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. എർത്ത് സൈൻ വന്നിട്ടുണ്ട്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. വാട്ടർ സൈൻ വന്നിട്ടുണ്ട്, ക്യാൻസർ, സ്കോർപിയോ, സ്പൈസിസ്. ജൂൺ, ഫെബ്രുവരി, ഏപ്രിൽ, മെയ്, ജൂൺ, ജനുവരി. നിങ്ങൾ ഈ മാസത്തിലാണോ ജനിച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ നമ്പറിലാണോ എന്ന് നിങ്ങൾ നോക്കുക. അപ്പം ഇത് നിങ്ങൾക്ക് കൂടുതൽ റെസനേറ്റ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ എൻ്റെ വ്യൂസ് ഇപ്പോൾ നേരിടുന്നതായിട്ടുള്ള മാനസിക പ്രശ്നത്തിൽ 6 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് ടെൻഷനിൽ കൂടി കടന്നു പോകുന്നു. നിങ്ങൾ വിജയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുന്നില്ല. നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടും ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഓക്കെ, നിങ്ങളെ അപമാനിക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ നിങ്ങൾ പലപ്പോഴും ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് പോലും നിങ്ങൾക്ക് വിജയം അവരുടെ മുന്നിൽ ലഭിക്കാതെ ഇരിക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പുതിയ വഴികൾ അന്വേഷിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ അതിലേക്ക് എത്തിച്ചേരുന്നതിന് നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്നതായി കാണുന്നു. അപ്പം നമ്മൾ ചോദിച്ച ചോദ്യം ഇതാണ്, എൻ്റെ വ്യൂസ് നേരിടുന്നതായിട്ടുള്ള പ്രശ്നം എന്താണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു പുതിയ വഴി തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല, ജീവിതത്തിലൊരു ഉയർച്ച ലഭിക്കുന്നില്ല, വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നില്ല, അപമാനിക്കുന്നവരുടെയും പരാജയപ്പെടുത്തുന്നവരുടെയും മുമ്പിൽ ഒരു വിജയം. ഒരുപാട് പേര് നിങ്ങളുടെ വിജയത്തിൽ അല്ലെങ്കിൽ ഒരുപാട് പേര് നിങ്ങളുടെ വളർച്ചയെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രോത്തിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് എനർജിയും മറ്റും ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ മുന്നിലൊക്കെ നിങ്ങൾക്കൊരു വിജയത്തെ കാണിക്കണമെന്ന് നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇടുന്നെങ്കിലും അതിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ എൻ്റെ വ്യൂസിനെ ഒരുപാട് പെയിൻ സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകുന്നതായി കാണുന്നു. ഓക്കെ, ജഗ്ലിംഗ് ആണ്. സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾ ഒരുപാട് ജഗ്ലിംഗ് സിറ്റുവേഷൻ അനുഭവിക്കുന്നു. എന്ത് ചെയ്യണം, മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നില്ല. അത് ജോലി സംബന്ധമായിരിക്കും. നിങ്ങളുടെ മനസ്സ് ഒരുപാട് ഇവിടെ ഈ ഒരു വാട്ടറിൻ്റെ വേവ് ലെന്ത് പോലെ നിങ്ങൾക്ക് ഉയർച്ചയും താഴ്ചയും ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെ ജീവിത സഞ്ചാരം മുന്നോട്ട് സുഗമമായി പോകാത്ത വണ്ണം നിങ്ങൾ വളരെ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻ മനസ്സിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഹൃദയത്തിൽ ഒരു സമാധാനവുമില്ല, നിങ്ങൾക്ക് ഹീലിംഗ് ഇല്ല. ഓക്കെ, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരുപാട് പെയിൻ സിറ്റുവേഷൻ വന്നുകൊണ്ടിരിക്കുന്നു. ചില വ്യക്തികൾക്ക് ഹാർട്ട് ബീറ്റ് വളരെ ഹൈ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു, രാത്രി ഉറക്കമില്ലാത്ത അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു. ഓക്കെ, നിങ്ങൾക്ക് വേദനയുള്ള കാര്യങ്ങൾ പോലും മറ്റുള്ളവരോട് ഷെയർ ചെയ്യുവാൻ പോലും നിങ്ങൾക്ക് കഴിയാത്ത അവസ്ഥയിൽ നിങ്ങൾ നിൽക്കുന്നതായി കാണുന്നു. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ക്യൂൻ ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതൊരു വിവാഹത്തിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ടോ സാമ്പത്തികപരമായിട്ടോ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പാസ്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് ട്രോമാസ് ഉണ്ടായിട്ടുണ്ട്. ആ ട്രോമാസിൽ നിന്നും നിങ്ങൾക്ക് ഇതുവരെയും റിക്കവർ ആകാൻ സാധിച്ചിട്ടില്ല. ഒരു പക്ഷേ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തി നിങ്ങളെ ഒരുപാട് ചതിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് സാമ്പത്തികമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭൂമി സംബന്ധമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടായിരിക്കാം. നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് ട്രോമാസ് ഉണ്ടായതായി കാണുന്നു. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് റിക്കവർ ആകാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. മൈൻഡിൽ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ
കൊണ്ട് നിങ്ങൾക്ക് ഉറക്കം പോലും ഇല്ലാത്ത അവസ്ഥകൾ. നിങ്ങൾ ആരോടെങ്കിലും ഈ ഒരു അടുത്ത സമയത്തായിട്ടോ അല്ലെങ്കിൽ ഇതിനു മുന്നെയോ ഒരുപാട് വഴക്കുകൾ കൂടിയതായി കാണുന്നു. ഇതിൽ നടന്നിട്ടുള്ള ചില കാര്യങ്ങളെ ഓർത്തിട്ടായിരിക്കാം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം നിങ്ങൾ വഴക്കുണ്ടായത്. ഓക്കെ, നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരുപാട് വഴക്കുണ്ടായി, അവരുമായിട്ട് അന്ന് അത് ചെയ്യാൻ പാടില്ലായിരുന്നു, അത് ചെയ്തില്ലായിരുന്നെങ്കിൽ എൻ്റെ ലൈഫിൽ ഇപ്പോഴും ഇങ്ങനെ ഉണ്ടാകില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങൾ വന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ആവശ്യകത ഇല്ലായിരുന്നു എന്ന് ചിന്തിക്കുന്നു. ആ കോൺഫ്ലിക്റ്റ് കാരണം നിങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ട ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടതായി കാണുന്നു. ഓക്കെ, ആരോട്ടൊക്കെ വഴക്കിട്ടതായി കാണുന്നു. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ടവറിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഈ ടവറിൻ്റെ എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ലൈഫിൽ ഏറ്റവും വളരെ മോശകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ കടന്നു പോയിരിക്കുന്നു. ജപ്തി പോലെയുള്ള കാര്യങ്ങൾ, അതല്ലാന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് പോലെയുള്ള കാര്യങ്ങൾ, മെൻ്റൽ ഡിപ്രഷൻ, ഓക്കെ, മെഡിസിൻ വരെ കഴിക്കേണ്ടി വന്നിരിക്കുന്ന അവസ്ഥ, ജോലി പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു, പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടിരിക്കുന്നു, ഓക്കെ, റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ബ്ലാക്ക് എനർജിയിൽ നിങ്ങൾ തകർന്ന് വീണിരിക്കുന്ന ഒരു സിറ്റുവേഷനെ ഇവിടെ കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന ചില വ്യക്തികൾ, ഇമോഷണൽ പരമായിട്ട് നിങ്ങൾ വിശ്വസിച്ചിരുന്ന ചില വ്യക്തികളെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നതായി കാണുന്നു. നിങ്ങൾ ഒരുപാട് ബേർഡൻ, ഒരുപാട് ഭാരം ചുമക്കുന്നതായി കാണുന്നു. സഹിക്കാൻ പോലും കഴിയാത്ത സിറ്റുവേഷനാണ്. ചില വ്യക്തികൾ, എല്ലാവരുമല്ല, ചില വ്യക്തികൾ ഈ ജീവൻ പോലും അവസാനിപ്പിച്ചാലോ എന്ന് പോലും ചിന്തിച്ച സിറ്റുവേഷനുകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളതായി കാണുന്നു. അപമാനപ്പെട്ടു, മറ്റുള്ളവരുടെ എല്ലാവരുടെയും മുന്നിൽ അപമാനിക്കപ്പെട്ട അവസ്ഥയിൽ നിങ്ങൾ വിശ്വസിച്ചിരുന്ന വ്യക്തികൾ, നിങ്ങളെ സ്നേഹിച്ചിരുന്ന വ്യക്തികളെല്ലാം നിങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നു. 7 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തിരഞ്ഞെടുക്കണം, ഓക്കെ, എന്നറിയാൻ വയ്യാതെ നിങ്ങൾ ഒരു കുട്ടികളെ പോലെ ഇമ്മെച്യൂർ ആയിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുത്തതായി കാണുന്നു. മെച്യൂരിറ്റി ഇല്ലാത്ത അവസ്ഥയിൽ കൂടി നിങ്ങൾ കടന്നുപോയതായി കാണുന്നു. നിങ്ങൾ ഏറ്റവും പ്രീഷ്യസ് ആണ്, ദൈവം തന്ന ഗിഫ്റ്റ് എന്നും പറഞ്ഞ് നിങ്ങൾ തിരഞ്ഞെടുത്തത് ഒരു പക്ഷേ നിങ്ങളെ തന്നെ കൊത്തുന്ന പാമ്പുകളെ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നിങ്ങളുടെ ചില ഇലൂഷനിലേക്ക് പെട്ടുപോയി നിങ്ങൾ കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ പൈസ എനിക്ക് പെട്ടെന്ന് കിട്ടും, ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റും, എനിക്ക് വിജയിക്കാൻ സാധിക്കും എന്നൊക്കെ വിചാരിച്ചു നിങ്ങൾ ചില വളഞ്ഞ വഴികൾ, ഇമ്മെച്യൂർ ആയിട്ടുള്ള ചില വഴികൾ നിങ്ങൾ തിരഞ്ഞെടുത്തതായി കാണുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഗ്രോത്തുകൾ നഷ്ടപ്പെടുത്തിയതായി കാണുന്നു. നിങ്ങൾക്ക് മുന്നോട്ടുള്ള നിങ്ങളുടെ ആ ഒരു ദൈവികതമായിട്ടുള്ള ശക്തിയെപ്പോലും കുറയ്ക്കുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ നിങ്ങളിലേക്ക് ഉണ്ടായതായി കാണുന്നു. ഓക്കെ, നിങ്ങളുടെ ഗ്രോത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് സഡൻലി അവസാനിച്ചു. നിങ്ങൾ പ്രതീക്ഷയോടുകൂടി ചെയ്തിരുന്നതായിട്ടുള്ള ഒരു ബിസിനസ് ആയിരിക്കാം, ജോലി ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, അതിൻ്റെ ഗ്രോത്ത് നിങ്ങൾക്ക് അവസാനിച്ചു പോയതായി കാണുന്നു. ഓക്കെ, ഇത് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മിറാക്കിൾ സംഭവിക്കും. ഓക്കെ, എന്താണ് ആ മിറാക്കിൾ എന്ന് നോക്കാം. എൻ്റെ വ്യൂസിൻ്റെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന മിറാക്കിൾ എന്താണ്? താങ്ക് യു യൂണിവേഴ്സ്. നമുക്ക് നോക്കാം എന്ത് മിറാക്കിളാണ് എൻ്റെ വ്യൂസിൻ്റെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന മിറാക്കിൾ എന്താണ്? പ്രപഞ്ചശക്തി എൻ്റെ വ്യൂസിന് അയക്കുന്ന മിറാക്കിൾ എന്താണ്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മിറാക്കിളാണ് എൻ്റെ വ്യൂസിന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഓക്കെ, കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് അധികാരങ്ങൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാകും. ഇവിടെ നിങ്ങൾക്ക് കിരീടം താഴെ വീണിരിക്കുന്നു. ഓക്കെ, ഇവിടെ കിരീടമാണ്. ആ കിരീടം ആ ഒരു ഡബിൾ എനർജി, ബ്ലാക്ക് മാജിക് ഉപയോഗിച്ച് അല്ലെങ്കിൽ അന്ധകാര ശക്തികൾ കാരണം, ചില വ്യക്തികൾ കാരണം നിങ്ങളുടെ കിരീടം, നിങ്ങളുടെ സ്ഥാനം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് സ്ഥാനം തിരികെ ഉറപ്പിക്കുന്നതായി കാണാം. ഓക്കെ, നിങ്ങളിലേക്ക് നിങ്ങളുടെ സ്ഥാനം, അധികാരം, നിങ്ങളുടെ ഇരിപ്പിടം, നിങ്ങളുടെ ജോലി എല്ലാം നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നു. നിങ്ങളുടെ പാഷൻ നിങ്ങളിലേക്ക് തിരികെ വരുന്നു. നിങ്ങളുടെ ഗ്രോത്ത് നിങ്ങളിലേക്ക് തിരികെ വരുന്നു. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയിലേക്ക് നിങ്ങൾക്ക് ലക്ഷ്യം വെക്കുവാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ, നിങ്ങളുടെ മനസ്സിലെ ഗോൾ എന്താണോ, ആ ഗോളിൻ്റെ മധ്യത്തിൽ ഒരു വിജയം നിങ്ങളിലേക്ക് കടന്നു വരുന്നതായി കാണുന്നു. ഈ ലൈഫിലേക്ക് സംഭവിക്കാൻ പോകുന്ന മിറക്കിൾ ഇതാണ്. വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ്. നിങ്ങൾക്കിത് ഈ ഒരു പിക്ചർ കാണിക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ഇത് അട്രാക്റ്റ് ചെയ്യുന്ന വ്യക്തികൾക്കാണ് ഇത് ലഭിക്കുന്നത്. ഓക്കെ, ഇതൊരു അഫർമേഷൻ കൂടിയാണ്. ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് എൻ്റെ വ്യൂസിൻ്റെ ഉപബോധ മനസ്സിലേക്ക് അതിനെ അട്രാക്റ്റ് ചെയ്തെടുക്കണം. ഓക്കെ,
മിറക്കിളാണ് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് ചില ആഘോഷങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു. നിങ്ങളുടെ വീട്ടിലൊരു വിവാഹം സംഭവിക്കാൻ പോകുന്നു. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നു. ജോലി സംബന്ധമായി സാമ്പത്തികപരമായിട്ടും നിങ്ങൾക്ക് ചില കമ്മിറ്റ്മെൻറ്റുകൾ ലഭിക്കാൻ പോകുന്നു. ഓക്കെ, ഭൂമി സംബന്ധമായിട്ട് നിങ്ങൾക്കൊരു വിജയം ലഭിക്കാൻ പോകുന്നു. സാമ്പത്തികപരമായിട്ടും ഒരു ഉയർച്ചയ്ക്കാണ് ഇവിടെ സാധ്യത കാണുന്നത്. റിലേഷൻഷിപ്പുകൾ ഇവിടെ ഒന്നിക്കാൻ പോകുന്നതായി കാണുന്നു. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. വിദേശയാത്ര, ഓക്കെ, വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഓഫറുകൾ വന്നു ചേരാൻ പോകുന്നു. നിങ്ങളുടെ സാലറി വർദ്ധിക്കാൻ പോകുന്നു. ഓക്കെ, കുറേ നാളായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളുടെ കൈവെള്ളയിലേക്ക് പ്രപഞ്ചശക്തി കൊണ്ടെത്തിക്കുവാൻ പോകുകയാണ്. ഓക്കെ, അധികാരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നു. നിങ്ങൾ വെയിറ്റ് ചെയ്ത കാര്യത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. സാമ്പത്തിക അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകുന്നു. വിദേശ യാത്രകൾ നിങ്ങൾക്ക് വരുന്നു. ജോലി സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കുന്നു. ഓക്കെ, ജോലികൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായി കാണുന്നു. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളുമായിട്ട് ഒരുപാട് കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികളുടെ ഇടയിൽ നിങ്ങൾ കോംപ്രമൈസിലാകുന്നു. നിങ്ങളിലേക്ക് സന്തോഷങ്ങൾ തിരികെ വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഒരു പക്ഷേ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടാണ് നിങ്ങൾ വഴക്കുണ്ടായതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അയൽക്കാരുമായിട്ടാണ് നിങ്ങൾ വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം സന്തോഷത്തിലേക്ക് വന്നെത്താൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും അത് സാധിക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് അസാധ്യങ്ങൾ സാധ്യമായി തീരുന്നു എന്നുള്ളതാണ്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഇവിടെ നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ നിങ്ങൾക്ക് ലഭിക്കുന്നു. 10 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും ചില ബ്ലാക്ക് എനർജികൾ നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ, നിങ്ങളുടെ പ്രോപ്പർട്ടിയെ എല്ലാം നിങ്ങൾക്ക് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരികെ തരുവാൻ ശക്തനായ ദൈവം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം എന്ന് നിങ്ങളുടെ മനസ്സിൽ തന്നെ ആ ഒരു ഉറപ്പ് വേണം. ഓക്കെ, നിങ്ങൾക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്കെല്ലാം സാധ്യമാക്കി നൽകുമെന്ന് ചിന്തിക്കുക. താങ്ക് യു യൂണിവേഴ്സ്. 10 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ അന്ധകാരത്തിൻ്റെ മധ്യത്തിൽ ഒരു ഉദയമാണ് വരുന്നത്. ഉദയം എന്ന് പറയാൻ കാരണം ഇവിടെ 10 ആണ് വന്നിരിക്കുന്നത്. 10 എന്ന് പറയുന്നത് സണ്ണിൻ്റെ കാർഡാണ്. 1 + 0 1 ആണ്. അപ്പം സണ്ണ് നിങ്ങൾക്ക് ഇവിടെ ഉദിക്കാൻ പോകുന്നു. ഈ അന്ധകാരത്തിൻ്റെ മധ്യത്തിൽ എൻ്റെ വ്യൂസിൻ്റെ ലൈഫിലേക്ക് ഒരു പ്രകാശം കടന്നു വരാൻ പോകുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലെല്ലാം സന്തോഷങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. പ്രപഞ്ചശക്തി എന്ത് അനുഗ്രഹമാണ്, എന്ത് മിറക്കിളാണ് എൻ്റെ വ്യൂസിന് നൽകുന്നത്. ഓക്കെ, സ്പിരിച്വൽ അവേക്കനിങ് ആണ് എൻ്റെ വ്യൂസിന് ലഭിക്കാൻ പോകുന്നത്. ചില വ്യക്തികൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാകും. ഇവിടെ നോക്കിയാൽ നിങ്ങളുടെ പ്രപഞ്ചശക്തി നിങ്ങളുടെ ഓറ പവറിനെ എൻലൈറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ ശക്തിയെ വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രപഞ്ചശക്തിക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. നിങ്ങളെ സ്പിരിച്വലായിട്ട് വിളിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രപഞ്ചശക്തിയുടെ ഇൻറ്റ്യൂഷൻ പവർ നിങ്ങളെ കൊണ്ട് ഉപയോഗമുണ്ട്. ഓക്കെ, എന്നെ കാണുന്ന ഏതെങ്കിലും വ്യക്തികൾ സ്പിരിച്വലായിട്ടുള്ള വ്യക്തികളായിരിക്കാം, മറ്റുള്ളവരെ ഹീൽ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, ടാരോ റീഡിങ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കാം. ഓക്കെ, ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളെ കൂടുതൽ പവറുള്ള വ്യക്തിയാക്കി മാറ്റാൻ പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇത് നോക്കുമ്പോൾ ഇതിന് ചുറ്റും ഒരു ഓറ പവർ കാണാം. ഓക്കെ, നിങ്ങളെ കൂടുതൽ ശക്തനാക്കാൻ പോകുന്നു. നിങ്ങൾക്ക് ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ അവരുടെ ആകാശിക് റെക്കോർഡിംഗ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് മാറുന്നതായി കാണുന്നു. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്ത് അനുഗ്രഹമാണ് എൻ്റെ വ്യൂസിനെ തേടിയെത്താൻ പോകുന്നത്? പ്രതീക്ഷിക്കാത്ത, അപ്രതീക്ഷിതമായി എന്ത് അനുഗ്രഹമാണ് വന്നു ചേരുന്നത്? ഓക്കെ, ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കും നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞ്, നിങ്ങളെ കൊണ്ട് അത് സാധിക്കില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിരിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളുകളിലേക്ക് നിങ്ങൾ ചെന്നെത്തുകയാണ്. ഓക്കെ, നിങ്ങൾ ഒരു കാലത്ത് നിങ്ങൾ ഗോളാക്കി വെച്ചിട്ട് അതെന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മടുത്തുപോയി, അതിനുവേണ്ടി പ്രവർത്തിക്കാതെ പിന്മാറിപ്പോയ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഗ്രോത്ത് പ്രപഞ്ചശക്തി കൊണ്ടുവരുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇനി അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ, അല്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കാതെ നിങ്ങളുടെ മനസ്സ് നെഗറ്റീവ് അടിച്ച് മാറിപ്പോയ ഏതെങ്കിലും ഒരു സാമ്പത്തികമോ റിലേഷൻ സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം സ്റ്റെബിലിറ്റി വന്നു ചേരാൻ പോകുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം മദർ യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് ഉള്ളത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഈ ഒരു മിറാക്കിളുമായി ബന്ധപ്പെട്ട് എന്ത് മെസ്സേജാണ് നൽകുന്നത്? താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾ പ്രതീക്ഷയോടുകൂടി ഇരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മിറാക്കിൾ തന്നെയാണ് സംഭവിക്കുന്നത്. നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ലഭിക്കാൻ പോകുന്നു. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും. പക്ഷേ നിങ്ങൾ വിശ്വാസത്തോടു കൂടി നിൽക്കുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്.
ഓക്കെ, ഇവിടെ പ്രപഞ്ച സൃഷ്ടാവാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് ചില കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നത്. നിങ്ങളെ സൃഷ്ടിച്ചവൻ ഒരിക്കലും നിങ്ങൾ പട്ടുപോകുവാൻ, നിങ്ങളുടെ സ്വപ്നങ്ങൾ പട്ടുപോകുവാൻ, നിങ്ങളുടെ സന്തോഷങ്ങൾ പട്ടുപോകുവാൻ ഒരിക്കലും, പട്ടുപോകുക എന്ന് പറയുമ്പോഴത്തേക്ക് മനസ്സിലായില്ലേ, എന്ന് വെച്ചാൽ ഇല്ലാമായി പോകുക, പട്ടുപോകുക എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുവാ, കരിഞ്ഞു പോകുക. ഓക്കെ, നിങ്ങളുടെ സ്വപ്നങ്ങൾ കരിഞ്ഞു പോകുവാൻ പ്രപഞ്ചശക്തി നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നതായിട്ട് നമ്മുടെ ക്രിയേറ്റർ ഒരിക്കലും അത് അനുവദിക്കത്തില്ല. ഓക്കെ, അപ്പം അറിയാം, പ്രപഞ്ചശക്തിക്ക് അറിയാം നിങ്ങളുടെ വേര് ഉണങ്ങി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വന്നിരിക്കുന്നതായിട്ടുള്ള കർമ്മ, ആ കർമ്മ അനുഭവിച്ച് നിങ്ങളുടെ വേര് ഉണങ്ങിത്തുടങ്ങി എന്ന് ആ ഒരു ക്രിയേറ്ററിന്, നിങ്ങളുടെ സൃഷ്ടാവിന് മനസ്സിലാകുന്ന സമയത്ത് നിങ്ങളിലേക്ക് ആ ഒരു അനുഗ്രഹം, ആ ഒരു വെള്ളം പോലെയുള്ള ഒരു അനുഗ്രഹം, മഴ പോലെയുള്ള അനുഗ്രഹം, തീ പോലെയുള്ള അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരും. എന്തിനു വേണ്ടി? നിങ്ങളിലേക്ക് അതിശക്തമായ രീതിയിൽ നിങ്ങൾ സന്തോഷിച്ച് പൂക്കുകയും കായ്ക്കുകയും വീണ്ടും മറ്റുള്ളവർക്കും ഫലമുള്ളതാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് ചില പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഒക്കെ നിങ്ങളുടെ സോളിനെ കൂടുതൽ ശക്തമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് പ്രപഞ്ചശക്തി അനുഗ്രഹങ്ങളെ കൊണ്ടുവരുന്നു. ഓക്കെ, പുതിയ പുതിയ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, ഇത് നിങ്ങൾ സെലക്ട് ചെയ്യുക, ഈ ഒരു കാർഡ്. ഓക്കെ, എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നതെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് പ്രപഞ്ചശക്തി നൽകുന്നത് നിങ്ങൾക്കൊരു യാത്രയാണ്. എന്തിൻ്റെ യാത്ര? നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രപഞ്ചശക്തി നിങ്ങളെ ഈ ഒരു യാത്രയ്ക്ക് അയക്കുകയാണ്. ഓക്കെ, വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വിദേശ യാത്രയ്ക്കാണ് ഇവിടെ സാധ്യത കാണുന്നത്. പ്രപഞ്ചശക്തി നിങ്ങളെ താങ്ങിക്കൊള്ളും. ഈ ഒരു കൈകളിലാണ് നിങ്ങൾ ഒരിക്കലും താഴെ വീഴുവാൻ അനുവദിക്കില്ല. ആ ഒരു തേജസ്സിലാണ് നിങ്ങളെ എപ്പോഴും പ്രപഞ്ചശക്തി സൂക്ഷിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥാനത്തല്ല, നിങ്ങളെ അതിലും വലിയ ഒരു സ്ഥാനത്തേക്ക് ഒരു മാറ്റം. നിങ്ങൾ ഇത്രയും നാളും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കുഞ്ഞു വീട് പോലും ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങൾ പ്രതീക്ഷിക്കത്തില്ല, ആ ഒരു മിറാക്കിളാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. ഒരു വലിയ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു. ഓക്കെ, നിങ്ങളുടെ സ്ഥലം പോലും മാറുന്ന രീതിയിലേക്കാണ് ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് ഒരു പക്ഷേ വിദേശത്തേക്ക്, ഈ ലോകം ചുറ്റുന്ന രീതിയിൽ വിദേശത്തേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിദേശത്തേക്ക് കടന്നു പോകുവാൻ സാധിക്കുന്ന ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഓക്കെ, ഒരു യാത്രയാണ്. ഓക്കെ, പ്രപഞ്ചശക്തി നിങ്ങൾക്ക് ഒരു വിജയത്തിലേക്കുള്ള യാത്രയാണ് നൽകുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്കും ഇവിടെ അബണ്ടൻസ് ആണ്. എനിക്ക് വയ്യ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, ഇവിടെ അബണ്ടൻസും സക്സസ്സും ആണ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. നിങ്ങൾ എന്തിനാണോ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്, നിങ്ങളിലേക്ക് ആ ഒരു മിറാക്കിളാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ഇതൊന്ന് ഒപ്പിയെടുക്കാമോ? നിങ്ങൾ നെഗറ്റീവ് ചിന്തിക്കാതെ, നിങ്ങൾക്ക് സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ഒന്ന് അട്രാക്റ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളെക്കൊണ്ട് അസാധ്യമായതൊന്നുമില്ല, നിങ്ങൾക്ക് സർവ്വതും സാധ്യമെന്ന് നിങ്ങൾ ദൈവത്തോട് പറയുക. ഓക്കെ, ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ തന്നെ ശപിക്കുന്ന രീതിയിൽ എന്തെങ്കിലും വാക്കുകളോ പ്രവർത്തികളോ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ക്യാൻസൽ ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റുള്ളവരെ ആരെയും ദുഷിച്ച് പറയുന്ന ഒരു പ്രവണത ഉണ്ടെങ്കിൽ അത് കേൾക്കുവാനോ, ആരെങ്കിലും നമ്മളുടെ ഇപ്പോൾ കൂട്ടത്തിൽ നിൽക്കുന്ന വ്യക്തികൾ തന്നെ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും മോശം കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ അത് നമ്മൾ എന്തിനാണ് ചിന്തിക്കുന്നത്? നമുക്കത് നെഗറ്റീവാണ്, അത് കേൾക്കേണ്ട ആവശ്യമില്ല. അത് പറയുന്ന വ്യക്തിക്ക് മാത്രമല്ല, കേൾക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലും അതേ പറയുന്ന നെഗറ്റീവ് വന്നു ചേരും. അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള വ്യക്തികളിൽ നിന്നും വാക്കുകളിൽ നിന്നും എല്ലാം നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിച്ച് വെക്കുക. ഓക്കെ, ഒരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ അവർ പറഞ്ഞിട്ടങ്ങ് പോയിരുന്നാലും നമ്മുടെ മനസ്സിൽ തന്നെ അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു പ്രവൃത്തി ചെയ്യുന്നതിലല്ല, ആ പ്രവൃത്തിയെ ചുമക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് റെസനേറ്റ് ആയിട്ടുണ്ടെന്നും നിങ്ങളുടെ ജീവിതത്തിൽ അത് സക്സസ് ആയി തീരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. അഫർമേഷൻ ചെയ്യുന്നവരുടെ ജീവിതത്തിൽ അത് പൂർത്തിയായി സംഭവിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം, മിറാക്കിൾ കൊണ്ടുവരും. മിറാക്കിളിന് വേണ്ടിയിട്ട് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു റീഡിംഗ് ആയിട്ട് വിശ്വസിച്ചുകൊണ്ട് തന്നെ നിങ്ങളിത് ഏറ്റെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അപ്പം നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.